അല്ല ഇതൊക്കെ എന്താ പരിപാടി? പരിപാടി എന്ന് പറഞ്ഞാലേ പിന്നെ അതായത് ഈ പെട്ടി ഇതൊരു സംഭവമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ പെട്ടിന്റെ പേരാണ് എക്കോലാക്ക് പെട്ടി. അതായത് നിങ്ങൾ പുതിയ ജനറേഷൻ ഒന്നും ഇത് അറിയില്ല. അതായത് ഈ പെട്ടിക്ക് എനിക്കിപ്പോ എത്ര വയസ്സായി? എനിക്കിപ്പോ 24 വയസ്സായി. അന്നെക്കാട്ടിയും പ്രായമുള്ള പെട്ടിയാണത്. ഏകദേശം 28 വർഷം 29 വർഷം ഈ പെട്ടിക്കായിട്ടുണ്ട്. പഴയ കാലത്തെ പ്രവാസിയുടെ ഒരു പ്രൗഢി ഈ പെട്ടിയാണ്. അവന്റെ എല്ലാ സമ്പാദ്യം, അവന്റെ എല്ലാ വിരഹങ്ങളും ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഈ ഒരു പെട്ടിയിൽ ഒതുങ്ങുകയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എന്നിട്ട് ആ ഒരു പെട്ടിയിട്ടാണ് നാട്ടിൽ പോവാം. അപ്പൊ നിങ്ങളൊക്കെ തന്നെ ഇപ്പം വലിയ പുതിയ മോഡൽ ഹൈടെക് നൈക്കിന്റെ ഒക്കെ ട്രോളി ബാഗും ഇതൊക്കെ പോവാം. അങ്ങനെ ആയിരുന്നില്ല അന്നത്തെ വരെ. ഏതൊരു പ്രവാസി അതായിരുന്നു പ്രവാസി. ഇപ്പം പ്രവാസി അല്ലല്ലോ. ഇപ്പൊ പ്രവാസിയല്ല, ഞാനടക്കം ഇന്ന് പ്രവാസിയല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രവാസം അല്ലെങ്കിൽ വിരഹം, ആ ഒരു എന്താ പറയാ, നാടുമായിട്ടുള്ള ആ ഒരു ബന്ധമില്ലായ്മ, അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ പോണം. അന്നെന്ന് പറഞ്ഞാല് ബന്ധം എന്ന് പറയുന്നത് കത്തിലൂടെ മാത്രമുള്ള ഒരു ബന്ധമാണ്. നാട്ടിപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞായാലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉപ്പാൻ്റെ ഉപ്പാൻ്റെയൊക്കെ ഒരു കത്ത് വരണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അത് നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ഹൈടെക് സിറ്റിനെ കുറിച്ചല്ല പറയുന്നത്. ഗൾഫിൽ ഒരുപാട് വലിയ വലിയ സിറ്റികളുണ്ട്. ഇപ്പൊ ദുബായ്, പിന്നെ ജിദ്ദ, റിയാദ്. അതല്ല, നമ്മളിപ്പോ ഈ ഒരു ഇവിടുത്തെ കഥയാണ് ഞാൻ പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാല് അന്നത്തെ 94 95 കാലഘട്ടത്തിലൊക്കെ ഒരു പുരോഗതി ഇല്ലായിരുന്നു. ആ സമയത്ത് ഒരു കത്ത് വരണമെന്നുണ്ടെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണം. ഒന്ന് ടെലിഫോൺ, വീട്ടിലേക്ക് ഒരു ടെലിഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 35 കിലോമീറ്റർ ഇവിടുന്ന് സഞ്ചരിച്ചിട്ട് സെബേ എന്ന് പറഞ്ഞ ടൗണിൽ പോയിട്ട് കോയിൻസ് ഇട്ടിട്ട്, കോയിൻ ബൂത്ത് ആയിരിക്കും, കോയിൻസ് ഇട്ടിട്ട് വേണം നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ. അതും പുറകിലുള്ള ആൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇന്ന് അങ്ങനെയല്ല. അതേ ഞാൻ തന്നെയാണ് ഇന്നിപ്പം ഫോൺ ചെയ്യുന്ന. എങ്ങനെ ഇന്നിപ്പോ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഫോൺ ഓൺ, വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് വീട്ടിലേക്ക് ഇതിലെ എത്ര ഉപ്പിടണം, എത്ര മസാല ഇടണം എന്ന് അവരോട് ചോദിക്കാം. അവർ പറയുന്നത് ആ കറിന്റെ തീ കുറയ്ക്കുക, അതാ കരിയണെന്ന്. അത്രയും അടുത്തു. അതായത് ലൈവ് എന്ന് പറഞ്ഞാല് പിന്നെ പ്രവാസമല്ല, വിരഹല്ല. അപ്പൊ അതിന്റെ ഒരു പ്രയാസം നിങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ നിന്റെ ഉപ്പാവിനോട് ചോദിച്ചാൽ ഉപ്പാക്കറിയാം. കാരണം ഞാൻ ഉപ്പൊക്കെ ആ ഒരു ഫീൽഡിലായിരുന്നു. അതാണ് ആ ഒരു പ്രവാസിയുടെ എല്ലാ സമ്പാദ്യം ഈ ഒരു പെട്ടിയായിരുന്നു. ഈ പെട്ടി തുറന്നു വെച്ചിട്ടാണ് അന്ന് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. കാരണം ഇതിനകത്ത് ആൽബങ്ങൾ ഉണ്ടാവും, ഫോട്ടോകൾ, കല്യാണ ഫോട്ടോകൾ ഉണ്ടാവും, ഇതുപോലെ കത്തുകൾ ഉണ്ടാവും. ഈ കത്തിലിങ്ങനെ നിങ്ങള് ഹായ് ഹൂയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ കോളല്ലേ ചെയ്യുന്നത്. നിങ്ങളെല്ലാം ഞങ്ങളും എല്ലാവരും കാലത്തിനനുസരിച്ച് മാറി. അന്ന് അങ്ങനെയല്ല. അതുപോലത്തെ കത്തില് എഴുതിയിട്ട് വരും, ഏകയിലാഹിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഇക്ക കണ്ടു വായിച്ചറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കത്ത് ഒരു 4-5 തവണ അല്ലെങ്കിൽ പിറ്റത്തെ ഒരു കത്ത് വരോളം ഈ കത്ത് വായിച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു യഥാർത്ഥ പ്രവാസി. വർഷങ്ങളോളം കഴിഞ്ഞിട്ട് നാട്ടിൽ പോകണം. നീ വന്നിട്ട് ഇപ്പൊ എത്ര മാസമായി? ഒരു കൊല്ലം. അടുത്ത മാസം നാട്ടിൽ പോകാനുള്ള പ്ലാൻ ചെയ്തു. 1 വർഷം ആയിട്ടില്ല, ആവുന്നുള്ളൂ. അന്നൊക്കെ പറഞ്ഞാലും മിനിമം 3 വർഷമാണ് കണക്ക്. കാരണം പ്രയാസങ്ങൾ, പ്രാരാബ്ദങ്ങൾ. അപ്പൊ എന്താണ് അപ്പൊ എക്കോലക്ക് എന്ന് പറഞ്ഞ ഒരു പെട്ടി ഇന്ന് കാണാൻ കഴിയില്ല. ഇന്നിപ്പോ ഈ ഒരു പെട്ടി തൂക്കി പിടിച്ചിട്ട് നാട്ടിൽ പോയാൽ അവൻ ഏതോ ഒരു ഹോൾഡ് ആ ഒരു ലെവലിൽ അവനെ കാണുള്ളൂ. തന്തവൈബ് അങ്ങനെ തന്നെ. പിന്നെ നമ്മളൊക്കെ ഇപ്പൊ ട്രോളി ബാഗായിട്ട് തന്നെ പോവാം. അപ്പൊ അതാണ് ഈ പെട്ടി. ഇതിന്റെ പേരാണ് എക്കോലക്ക് പെട്ടി. ഏകദേശം 28 വർഷം പഴക്കമുള്ള പെട്ടി. ഇതിന് മുമ്പ് ഒരു പെട്ടി എനിക്കുണ്ടായിരുന്നു. ആ പെട്ടിയാണ് അന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാല്. ആ പെട്ടി അന്ന് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഭാര്യക്ക്, അതായത് ഗൾഫുകാരന്റെ ഭാര്യയാണ്, അവർക്ക് ആ പെട്ടിയാണ് അന്ന് കൈമാറുക, അവര് സാധനങ്ങളൊക്കെ വെക്കാൻ. രണ്ടാമത്തെ പെട്ടി നമുക്ക് സ്വന്താവും. അതങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. രണ്ടാമത്തെ പെട്ടിയാണ്. അതാണ് 28 വർഷം എന്ന് പറയും. മനസ്സിലായില്ലേ? സംശയം തീർന്നല്ലോ. ഓക്കെ എന്നല്ലേ?